ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പരനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്താണ് അഭിലാഷ് സാറ് ശ്രുതിയെ ഫോൺ ചെയ്യുന്നത്. അങ്ങനെ സാറിൻ്റെ കേരളത്തിൻ്റെ ഡീലർഷിപ്പിൻ്റെ കാര്യമെല്ലാം ശ്രുതിയാണ് ഏൽപ്പിച്ചേക്കുന്നത്. ശ്രുതിയെ 2-3 സബ് ഡീലർമാരുടെ വീട്ടിൽ വന്ന് കണ്ടിരുന്നായിരുന്നു ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട്. അങ്ങനെ അഭിലാഷ് സാറ് പറയും, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? നല്ലോണം പോകുന്നുണ്ട്. കുഴപ്പമില്ല സാറേ, വളരെ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ വിളിച്ചതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ബിസിനസ് നല്ലോണം ആക്റ്റീവ് ആക്കണം. പിന്നെ നല്ല നല്ല പരസ്യങ്ങൾ കൊടുക്കണം, പബ്ലിസിറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ബിസിനസ് നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആഡൊക്കെ തയ്യാറാക്കണമെന്ന് പറയും. അപ്പോൾ അതിന് എവിടുന്നാണ് സാർ പുതിയ മോഡൽസിനെ കൊണ്ടുവരണ്ടേ? എവിടുന്നാണ് കൊണ്ടുവരുന്നത്? മോഡൽസ് ഒന്നും വേണ്ട. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ഓണർമാർ തന്നെ അവരവരുടെ പരസ്യത്തിന് വേണ്ടി അങ്ങ് അഭിനയിക്കുക. നിങ്ങളുടെ ഷോറൂമിന് വേണ്ടി നിങ്ങളങ്ങ് അഭിനയിച്ചാൽ മതി എന്ന് പറയും. ഞാനും ശ്രുതിയോ? അതെ, നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും വേണം. പ്രത്യേകിച്ചും സച്ചി വേണമെന്ന് പറയും. സച്ചിയോ? അത് സാറേ, സച്ചി വരുമെന്ന് എനിക്കറിയത്തില്ല. നോ, സച്ചി വന്നേ പറ്റത്തുള്ളൂ. സച്ചി വളരെ ടാലൻ്റ് ഉള്ളൊരു ആളാണെന്നൊക്കെ അഭിലാഷ് സാറ് പറയും. നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ന്യായമായ പ്രതിഫലം ഞാൻ തരും. ഒരാൾക്ക് 25,000 രൂപ വെച്ചൊരു പേയ്മെൻറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. 25,000 രൂപ? അതെ, വീട്ടിൽ ചെന്ന് നിങ്ങൾ സംസാരിക്കണം. സംസാരിച്ചതിന് ശേഷം എന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിൻ ചെയ്യാനായിട്ട് ബോംബെയിൽ നിന്ന് ഒരു ടീം വരുമെന്നും പറയും. അങ്ങനെ ആ കാര്യം വീട്ടിൽ വന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അവിടം വരെയാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ശ്രുതി സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഷോറൂമിന് വേണ്ടി ഒരു ആഡ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രുതിയേട്ടാ, ആഡെന്നൊക്കെ പറയുമ്പോൾ മോഡൽസൊക്കെ വരത്തില്ലേ? എവിടുന്നാണ് വരുന്നത്? മോഡൽസൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയണേ, എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അയ്യോ വർഷ, അത് പുറത്തുനിന്നുള്ള മോഡൽസൊന്നും അല്ല വരുന്നത്, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അഭിനയിക്കുന്നതെന്ന് പറയും. വീട്ടിലുള്ളവരോ? അതെ, അതിൽ നീ ഉൾപ്പെടുന്ന പറയും. ഞാനോ? അതെ, എനിക്ക് അഭിനയിക്കാൻ വലിയ ഇഷ്ടമാണ് ശ്രുതി ചേച്ചി, പക്ഷേ ഡബ്ബിങ് മാത്രം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ശബ്ദം കൊടുക്കണം, നീ തന്നെ ശബ്ദം കൊടുത്താൽ മതിയല്ലോ. അത് കൊള്ളാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും സംസാരിക്കും. അപ്പോൾ സച്ചി പറയും, എനിക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഞങ്ങളുടെ ജോലിയും കഴിഞ്ഞ് ഇതിനു വേണ്ടി നിന്നാൽ ഞങ്ങൾക്ക് എന്തോ ഗുണമെന്ന് ചോദിക്കും. അത് എൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയില്ലേ, നീ വളർന്നാൽ ഞങ്ങൾക്കൊന്നും ഇവിടെ ഗുണമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, അച്ഛാ ഒന്ന് സംസാരിക്കാൻ പറയും. അപ്പോഴേ രവി പറയും, എടാ, അവൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അത് അച്ഛാ, ഞങ്ങളുടെ ജോലിയും മെനക്കെട്ട് വരുന്നത്, ഞങ്ങൾക്ക് അതിന് ന്യായമായ പ്രതിഫലം തരണമെന്ന് പറയും. ഉടനെ ശ്രുതി പറയും, അത് അഭിലാഷ് സാറാണ് ഈ കാര്യം നിന്നോട് പ്രത്യേകം പറഞ്ഞതെന്ന് പറയും. സാറിനാണ് നീ വരണമെന്ന് നിർബന്ധമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പോഴത്തേക്ക് സച്ചിക്കും അഭിലാഷ് സാറിനെ നല്ല ഇഷ്ടമാണല്ലോ. കള്ളം പറഞ്ഞെങ്കിലും പിന്നെ കള്ളമാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഡീലർഷിപ്പ് ശ്രുതിക്ക് കൊടുക്കാൻ സാറ് തയ്യാറായി. അപ്പോൾ സാറിൻ്റെ വലിയ മനസ്സാണ് അത്. അപ്പോഴും പറയും, ശരി, സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കാമെന്ന് പറയും. അങ്ങനെ രേവതി പറയാം, സച്ചേട്ടാ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് അഭിനയിക്കാനൊന്നും കഴിയത്തില്ല എന്നൊക്കെ രേവതി ഒഴിഞ്ഞു മാറും. അപ്പോൾ സച്ചി പറയും, ഒരു കാര്യം ചെയ്യും, എൻ്റെ ഭാര്യയായിട്ട് വാടകയ്ക്ക് ഒരു പെൺകുട്ടി ഏർപ്പാടാക്കാൻ ശ്രുതിയോട് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയും ശ്രീകാന്തും അങ്ങ് ചിരിക്കാൻ തുടങ്ങും. കാരണം അവർക്കറിയാമല്ലോ സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന്. കാരണം അത് രേവതിയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്ന് സച്ചിയേട്ടാ, പുതിയ ഒരാളെ കൊണ്ടുവരണമെന്ന് ചോദിക്കും. ഉടനെ രേവതി പറയും, അതെന്തായാലും വേണ്ട. അപ്പോൾ രേവതി പറയും, ശരി, ഞാനും കൂടി വരാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് പരസ്യത്തിന് എല്ലാം സമ്മതിപ്പിക്കും. അപ്പോൾ അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ബോംബെയിൽ നിന്നൊരു ടീം തന്നെ വരും. അങ്ങനെ അതിനകത്ത് പലരെയും പല രീതിയിലാണ് കാറ്റഗറി ഉൾപ്പെടുത്തിക്കുന്നത്. ഫസ്റ്റ് ഹൈ ക്ലാസ് എന്ന രീതിയിൽ ശ്രുതിയും പിന്നെ കുറച്ച് താഴ്ന്ന ലെവലിൽ വർഷയും ശ്രീകാന്തും, അതിലും താഴെയിൽ രേവതിയും സച്ചിയും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഷോറൂമിൻ്റെ ഓണറായിട്ട് രവീന്ദ്രനും ചന്ദ്രമതിയും, അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷോറൂമിലോട്ട് ചന്ദ്രമതിയും രവീന്ദ്രനും ഷോറൂമിൽ ഇങ്ങനെ നിൽക്കുന്നു. ഷോറൂമിൻ്റെ ഓണേഴ്സാണ്. പർച്ചേസ് ചെയ്യാനായിട്ട് 3 കാറ്റഗറിപ്പെട്ട 3 ടീമാണ് വരുന്നത്. അതിലേറ്റവും ഇതായിട്ട് വരുന്നതാണ് ശ്രുതിയും. അവർ വന്ന് കാറിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷം ബൈക്കിൽ പക്ഷേ ശ്രീകാന്തും വരുന്നു. പിന്നെ ഒരു റെൻ്റ് ഓട്ടോയിൽ രേവതിയും സച്ചിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ ആ ഒരു ആഡ്. അപ്പോൾ ഏറ്റവും ഗുണനിലവാരമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ മിതമായ നിരക്കിൽ വന്ന് മേടിക്കാം എന്നൊക്കെ രീതിയിലുള്ളൊരു പരസ്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യാനായിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയ ഡയറക്ടറാണ് കൊണ്ടുവരുന്നത്. പക്ഷേ എത്ര നേരം ഇവരിങ്ങനെ അഭിനയിച്ചിട്ടും അത് ശരിയാവത്തില്ല. അപ്പോൾ ശരിയാവാതിരിക്കുമ്പം
ശ്രുതിയെയും എല്ലാവരെയും സച്ചിയൊക്കെ ഡയറക്ടർ വഴക്ക് പറയുന്നുണ്ട്. ആദ്യമൊന്നും നമ്മുടെ സച്ചി മിണ്ടത്തില്ല. അതിനുശേഷം സച്ചിക്കങ്ങ് നല്ല ദേഷ്യം വരും. സച്ചി പറയും, ഇതെന്താ 10 പൈസ ചിലവില്ലാതെ ഞങ്ങൾ മെനക്കെട്ട് അഭിനയിക്കുകയും വേണം, അതിനുശേഷം ഞങ്ങളെ വന്ന് ഇതിനെ ഭരിക്കുകയും ചെയ്യേണ്ട കാര്യം എന്തോന്ന് പറയും. അവസാനം അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് സച്ചിക്കങ്ങ് ദേഷ്യം വരും. സച്ചിക്ക് ഓവർ ടെമ്പറേച്ചറാണ്. സച്ചി പെട്ടെന്ന് പറയും, നിങ്ങളെന്തോ ഇത്രയ്ക്കും ചൂടാവുന്നത്? ഞങ്ങൾ സൗജന്യമായിട്ട് ഒന്നല്ലേ നിങ്ങൾ പറയുന്നത് കേട്ട് അഭിനയിക്കുന്നത്? പിന്നെ നിങ്ങൾ ഞങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എന്തുവാ? ഞങ്ങളുടെ ജോലിയും മെനക്കെട്ട് വരുമോ? ഒരു 10 പൈസ പ്രതിഫലവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഡയറക്ടർ നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രതിഫലം ഇല്ലാതോ? നിങ്ങൾക്ക് ആൾക്കൊന്നിന് 25,000 രൂപ പേയ്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ അഭിനയിപ്പിക്കുന്നതെന്ന് പറയും. ഉടനെ പറയും, 25,000 രൂപ പേയ്മെൻറ്റോ? അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങ് പെട്ട കണക്കാവും. ശ്രുതി അത് പറഞ്ഞിട്ടില്ലല്ലോ പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും. നമ്മുടെ ചന്ദ്രമതിക്ക് മാത്രമാണ് ഒരു 10,000 രൂപ സ്വന്തം പൈസയെന്ന ഈ രീതിയിൽ ശ്രുതി ചന്ദ്രമതിക്ക് കൊടുക്കുന്നത്. ബാക്കി ആർക്കും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഒരു സൗജന്യ സേവനങ്ങളൊക്കെ ചെയ്തു തരാനാണ്. അപ്പോൾ ഷോറൂമിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തിന് വേണ്ടിയാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ അതിന് സച്ചിയെ നിർബന്ധിക്കുകയും ചെയ്യും. സച്ചിക്ക് അങ്ങ് ദേഷ്യം വരും. സച്ചി അവിടെ വെച്ചൊന്നും പറയത്തില്ല. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ശ്രുതിയെ സ്റ്റാൻഡിൽ പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങ് തുടങ്ങും. കാരണം എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തും എല്ലാവരും അങ്ങ് ദേഷ്യപ്പെടും. അപ്പോൾ സാധാരണ സച്ചിയാണ് ദേഷ്യപ്പെടുന്നത്. പ്രാവശ്യം ശ്രീകാന്തും അങ്ങ് ദേഷ്യപ്പെടും. സച്ചി ചോദിക്കും, എടാ ഞങ്ങൾക്ക് 25,000 രൂപ പേയ്മെൻറ്റ് നിശ്ചയിച്ചിട്ടാണോ അഭിലാഷ് സാർ അഭിനയിപ്പിക്കാൻ വിളിപ്പിച്ചെന്ന് പറയും. അത് പിന്നെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് പറഞ്ഞു. എടാ അതല്ല നിൻ്റെ അടുത്ത് ചോദിച്ചത്. ഞങ്ങൾക്ക് ആൾക്കൊന്നും 25,000 രൂപ വെച്ച് തരാമെന്ന് സാറ് പറഞ്ഞു. അത് ഷൂട്ടിങ് കഴിയുമ്പോൾ തരാമെന്നാണ് പറഞ്ഞതെന്ന് പറയും. ഇത് പറയുന്ന കാര്യം തന്നെ പിന്നെയും പറയുമ്പോഴത്തേക്ക് അങ്ങ് സച്ചിക്ക് അങ്ങ് നല്ല ദേഷ്യം വരും. സച്ചി അടിക്കാനൊക്കെ അവിടെ മൂട്ടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം തെറ്റ് മുഴുവൻ ശ്രുതിയുടെ ഭാഗത്താണല്ലോ. അതിനുശേഷം വർഷയും പറയും, അത് ശരി, എനിക്കൊരു സംശയം തോന്നിയതാ, ഇത്രയും വലിയൊരു ആഡിലൊക്കെ അഭിനയിക്കുമ്പോൾ പേയ്മെൻറ്റ് തരാതെ ഏതെങ്കിലും ഓണേഴ്സ് തയ്യാറാവോ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പിന്നെയും ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ ശ്രീകാന്ത് പറയും, എന്തിനാ സച്ചിയേട്ടാ, മുമ്പ് ഒരു തവണ ഞങ്ങൾക്ക് അവകാശപ്പെട്ട അച്ഛന് കിട്ടിയ പൈസ അത് മൊത്തം എടുത്തുകൊണ്ട് നിങ്ങൾ പോയി. അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് നിശ്ചയിച്ച പ്രതിഫലം തരാതെ നിങ്ങൾ ആ പൈസ പിടിച്ചു വെച്ചിരിക്കുന്നു. എടുക്കുക, ആ പൈസ തന്നിട്ട് മതി സംസാരമെന്ന് പറയും. ശ്രീകാന്തിനങ്ങ് ദേഷ്യം വരും. എടാ അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തരാമെന്നില്ല ഞാൻ കരുതിയത്. ഉടനെ ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ചോദിക്കും, ശ്രുതി നിന്നോടാണ് ചോദിക്കുന്നത്, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ കൂടി അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അഭിലാഷ് സാറ് ആൾക്കൊന്ന് 25,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞതിന് ശേഷമാണോ ഈ പരസ്യത്തിൽ ഞങ്ങളെ അഭിനയിപ്പിച്ചതെന്ന് ചോദിക്കും. ഉടനെ പറയും, അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞതാണ് രേവതി. അപ്പോഴത്തേക്ക് ശ്രുതിയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അങ്ങ് ദേഷ്യം വരും. കാരണം ഈ ഒരു കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേ കണക്കുള്ള മറുപടി തന്നെ പറയുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് മനസ്സിലാവും. അപ്പോഴത്തേക്ക് രവി ചോദിക്കും, സത്യം പറയടാ, എന്തുവായിരുന്നു ഈ പരസ്യത്തിൽ അഭിനയിക്കുന്ന കാര്യം നിങ്ങളുടെ താരെ വിളിച്ചു പറഞ്ഞത്? അത് അഭിലാഷ് സാറാണ് പറഞ്ഞത്. അഭിലാഷ് സാർ എന്തോ നിന്നെ വിളിച്ചു പറഞ്ഞത്? അത് ഷോറൂമിൻ്റെ കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് തന്നെ പരസ്യത്തിൽ അഭിനയിക്കണം. അപ്പോൾ അതിന് ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തണം. വെറുതെ ചെയ്യേണ്ട, പേയ്മെൻറ്റ് തരാം, ആൾക്കൊന്ന് 25,000 രൂപ തരാമെന്ന് സാറ് പറഞ്ഞെന്ന് പറയും. അപ്പോൾ നിനക്ക് ഈ കാര്യം മുമ്പേ അറിയാമായിരുന്നു. നീ എന്നിട്ട് അത് ആരുടെ അടുത്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. ഇല്ല, ഇതെന്താ പറയാൻ ഞാൻ ചോദിക്കും. അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കങ്ങ് രവിക്കങ്ങ് ദേഷ്യം വരും. കൊടുക്കടാ ഈ പൈസ, നീ ഇപ്പം നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇവർക്ക് ഇത്രയും പേർക്കും ഫോൺ വഴി അയച്ചു കൊടുക്കാൻ പറയും. ഉടനെ ശ്രുതി അങ്ങ് വിഷമിച്ചിരിക്കും. ഇപ്പം കൊടുക്കാനാണ് പറഞ്ഞത്. ഉടനെ സച്ചിയും വർഷയും എല്ലാം അങ്ങ് നിൽക്കും. ശ്രീകാന്തും എല്ലാം കൂടി പറയും, എടുക്കെടുക്കുക, കാശെടുക്കുക, അതിനുശേഷം ഒരു സംസാരമുള്ളതെന്ന് പറയും. ഉടനെ ഫോൺ വഴി എല്ലാവരുടെ പൈസയും ആ സ്പോട്ടിൽ തന്നെ അങ്ങ് അയച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് തിരിച്ചു, കള്ളൻ ഇവൻ പണ്ടേ കള്ളനാണ്, അച്ഛൻ്റെ കാശ് അടിച്ചുകൊണ്ട് പോയി, ഇപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ കാശും കൂടി അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയും. അതിന് എത്ര കിട്ടിയാലും ഇവന് മുഴുക്കത്തില്ല എന്നൊക്കെ സച്ചി പറഞ്ഞങ്ങ് ദേഷ്യപ്പെടും. അതിനുശേഷം രവി പറയും, നീയാണല്ലോ നിൻ്റെ മകനെ എപ്പോഴും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കണ്ടില്ലേ നിൻ്റെ മകൻ്റെ തനി സ്വഭാവം എന്ന് പറയും. ഉടനെ ചന്ദ്രമതിക്ക് മാത്രം 15,000 രൂപ. ഇതെന്താ എനിക്ക് മാത്രം 15,000 രൂപ? അത് അമ്മയ്ക്ക് ഞാൻ ഇന്നലെ 10,000 രൂപ തന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ചന്ദ്രപ്പെട്ട് ചോദിക്കും, നിനക്ക് ഇവൻ 10,000 രൂപ തന്നു? അത് രവിയേട്ടാ ഇവൻ പറഞ്ഞത് ഇവൻ്റെ സ്വന്തം പൈസയാണ്, നിനക്ക് അവൻ പൈസ തന്നു ഇല്ലയോ എന്ന് ചോദിച്ചോന്ന് പറയും. തന്നിരുന്നു എന്ന് പറയും. അപ്പോൾ നീയും കൂടി ചേർന്നുള്ള ഒത്തുകളിയായില്ലേ എന്ന് പറയും. നീയും നിൻ്റെ മോനും കാണിക്കുന്ന എല്ലാം കള്ളത്തരമോ? അന്ന് രേവതിമ്മയുടെ സ്വർണം ഇവൻ ചോദിച്ചപ്പോൾ നീ അവൻ എടുത്തു കൊടുത്തു. അതിനുശേഷം ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം മേടിച്ച് വെച്ചു. സച്ചിൻ രേവതി ആ കള്ളം കണ്ടുപിടിച്ചുകൊണ്ട് ശേഷമില്ലേ അത് എല്ലാവരും അറിഞ്ഞത്, അല്ലെങ്കിൽ അത് നീയൊക്കെ മറച്ചു വെക്കാറുണ്ടെന്ന് പറയും.
ഉടനെ രവിക്കങ്ങ് ദേഷ്യം വരും. രവി പറയും നീ ഒന്ന് ഒരിക്കലും നന്നാവത്തില്ലെന്ന് പറഞ്ഞ് രവി അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പോകും. പൈസ എല്ലാവർക്കും അവരവരുടെ ഫോണിലോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പറയും അമ്മയും ഞാൻ എന്നതിനെപ്പറ്റി പറയും എടാ നീ ഇത്രയ്ക്ക് ഒരുത്തനായിരുന്നോ, നിന്നെ ഞാൻ എത്ര രീതി വിശ്വസിച്ചതാ, നീ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞത് പരസ്യത്തിൽ അഭിനയിക്കാൻ അമ്മയ്ക്ക് ഞാൻ എൻ്റെ സ്വന്തം കാശ് 10,000 രൂപ തരുമോ, എന്നില്ല 25,000 രൂപ തരണേ, എനിക്ക് നീ 10,000 രൂപ നീ എന്നെ പറ്റിച്ചു അല്ലേടാ എന്നൊരു ഒറ്റ അടി ശ്രുതിക്ക് കൊടുക്കും. ഉടനെ ശ്രുതി എന്ന് പറഞ്ഞ് കാര്യം പറയും ഇതിനെങ്ങനെ വല്ല കാര്യം ഉണ്ടായിരുന്നു, എന്നാലും നമ്മുടെ കാശ് മൊത്തം പോയില്ലേ ശ്രുതി എന്ന് പറയും. കാശ് മാത്രമല്ല ശ്രുതി, മാനവും പോയി, അപ്പോഴേ ആ പൈസയും കൊടുത്താൽ മതിയായിരുന്നു, ഇതിപ്പോൾ നാണം കെട്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയാണെന്ന് പറയും. എല്ലാം ശ്രുതിയുടെ ആക്രാന്തമാണെന്ന് പറയും. കാരണം അത് പിന്നെ അന്ന് ഫംഗ്ഷൻ ചെയ്തപ്പോൾ ഒത്തിരി കാശലമായി, ഞാൻ അതും കൊണ്ട് പറഞ്ഞതാന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെ ആവും ഞാൻ അറിഞ്ഞോ, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യത്തിലേ പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ നീലിമയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നീലിമ വീണ്ടും കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് വരികയാണ്. ഒരു ലാൻഡിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. കേരളത്തിൽ എപ്പോൾ വന്നാലും നീലിമ സച്ചിയുടെ കാറാണ് വിളിക്കുന്നത്. അങ്ങനെ ശ്രുതിക്കുള്ള അടുത്ത പണിയാണ് വരുന്നത്. കാറ് വിളിക്കും, കാറ് വിളിച്ച് സംസാരിക്കും. അങ്ങനെ നീലിമയുടെ സംസാരിക്കുന്നതിൽ നിന്ന് നീലിമ ആദ്യം വന്ന സമയത്ത് നീലിമയുടെ കയ്യിലുണ്ടായിരുന്ന 50 ലക്ഷം രൂപ ശ്രുതിയും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് കൈപ്പറ്റി മേടിച്ചതാണ്. കാരണം അന്ന് ആ പൈസ ശ്രുതിയുടേതാണെന്നാണ് പറഞ്ഞത്. ആ പൈസയ്ക്ക് അവകാശം അവർ 3 മക്കളാണ്. പക്ഷേ ശ്രുതിയുടെ സ്വന്തം പൈസയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ആ പൈസ മേടിച്ച് വെച്ചത്. അതിന് ആ പൈസ കൊടുത്താണ് ഷോറൂം ഇട്ടതും എല്ലാം ചെയ്തതും. ആ കാര്യം വീട്ടിൽ പറഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അതിന് ശ്രുതിയും കൂട്ടായിരുന്നു. ആ വിവരവും സച്ചി നീലിമയിൽ നിന്ന് മനസ്സിലാക്കും. ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പൈസയ്ക്കല്ല ഷോറൂം ഇട്ടതെന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ശ്രുതി മോട്ടിച്ചുകൊണ്ട് പോയ പൈസയാണെന്നുള്ള കാര്യം നീലിമയിൽ നിന്ന് സച്ചി അറിയും. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷമുള്ള സച്ചിയുടെ പ്രതികരണമാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.